എന്താണ് ഇന്റിമേറ്റ് വെഡിങ് എന്ന് പറയുന്ന പരിപാടി? അതെനിക്ക് മനസ്സിലായില്ല ശരിക്കും. ഇന്റിമേറ്റ് വെഡിങ് എന്നുള്ളത് ഉദ്ദേശിച്ച് ഇത്രേ ഉള്ളൂ. സാറ് പറഞ്ഞതുപോലെ ഭാര്യയാകാനുള്ള ആളെ കണ്ടുപിടിക്കണം, അവൻ തന്നെ നടത്തണം. അതുപോലെ തന്നെയായിരുന്നു കേസ്. അല്ല, അവര് തന്നെ അതിന്റെ ചെലവെടുത്ത്. എങ്ങനെയാ കണ്ടുപിടിച്ചേ? ഞങ്ങള് ഒരു ക്ലാസ്സിൽ പഠിച്ചതാ. എവിടെയായിരുന്നു അത്? ആ കലാപരിപാടി SB കോളേജ്. അപ്പൊ ഞാൻ എന്റെ കല്യാണം നടത്തിയതാ 31 വർഷം മുന്നേ. അപ്പൊ അതുകൊണ്ട് എന്റെ മകനും അവൻ തന്നെ നടത്തണം അതിന്റെ ചെലവ്. ഓഡിറ്റോറിയത്തിന്റെ പകുതി പൈസ കൊടുക്കും. തീരുമാനിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് പോലാണല്ലോ, കേന്ദ്ര സർക്കാർ പകുതി തരണം. ഞങ്ങൾ പൈസ ഇല്ലാത്തോണ്ടാണ്. ഉള്ളവര് നടത്തിട്ട് നമുക്ക് പഠിപ്പിക്കുക. അപ്പൊ അങ്ങനെ ഡോക്ടർ കൗൺസിലിംഗ് സൈക്കോളജിയിലാണ് ഞാൻ 30 വർഷമായിട്ട് ജോലി ചെയ്യുന്നത്. എന്റെ വിഷയം അതാണ്. അപ്പൊ അതുമായിട്ട് ഒത്തിരി പേരുടെ ഇത് കണ്ട് മടുത്തു. കാരണം കല്യാണം കഴിഞ്ഞാൽ ആദ്യം ഒരു വർഷത്തിനകം വയറ് കാണാൻ പോകുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പൊ കല്യാണം കഴിഞ്ഞ 1 വർഷത്തിനകം ഇപ്പൊ വക്കീലിനെ കാണാനാ പോകുന്നത്. കാരണം ഈ ആർഭാടം എല്ലാം കഴിഞ്ഞിട്ട് ഒന്നിച്ച് ജീവിക്കാൻ പറ്റത്തില്ലാത്ത സാഹചര്യത്തിലേക്ക് നിരവധി പേരിങ്ങനെ വരുമ്പം മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറിപ്പോന്നു. ഇതോട്ട് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അത് ഞാൻ പൈസ ഉള്ളവർക്ക് ചെയ്യാം, ഇല്ലാത്തവര് എന്തിനാണ് ഇങ്ങനെ കടം മേടിച്ചിട്ട് ലക്ഷങ്ങൾ മുടക്കുന്നേ? എന്താ ചെയ്യുന്നത്? ഇപ്പം ടീച്ചറായിരുന്നു. അപ്പം ഒരു ട്രെയിനിങ് സെന്റർ കോട്ടയത്ത് ഗിരിദീപം ബഥനി സെൻട്രൽ സ്കൂൾ. അപ്പം മക്കള് 3 ആൺകുട്ടികളാണ്. അപ്പം നേരത്തെ പറഞ്ഞിരുന്നു പഠിപ്പിക്കാവുന്നതിന്റെ മാക്സിമം പഠിപ്പിക്കും. പിന്നെ സ്വന്തമായിട്ട് ജോലി കണ്ടെത്തണം. കല്യാണം ആണെങ്കിലും നിങ്ങൾ തന്നെ കണ്ടെത്തണം, നിങ്ങൾ തന്നെ നടത്തണം, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ പറഞ്ഞിരുന്നു. പകുതി പൈസ എന്ന് പറഞ്ഞിരുന്നല്ലോ, ഓഡിറ്റോറിയത്തിന്റെ പകുതി പൈസ എന്നാ പറഞ്ഞിരുന്നത്. വഴി അറിയിച്ചു. വളരെ കുറച്ച് പേരെ ഉള്ളായിരുന്നു താലികെട്ടിന്. ഞങ്ങളുടെ വീട്ടുകാരും അവരുടെ വീട്ടുകാരും മാത്രം ഉള്ളായിരുന്നു താലി കെട്ടി. മോഡൽ കല്യാണം. നമ്മുടെ എത്ര പേര് വന്നു? 2 ആഴ്ച നടത്തി അറിയില്ല. ഒരുപാട് ആൾക്കാർ നമ്മൾ അറിയാണ്ട് തന്നെ വന്നതാ. പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം പോലായിരുന്നു. ആരും ക്ഷണിച്ചതല്ല, ക്ഷണിക്കാതെ വന്നാണ്. അതും കൊള്ളാം. കല്യാണത്തിന് ആരും ക്ഷണിക്കുന്നില്ല, ഇഷ്ടമുള്ളവർ വന്ന് കയറി നടത്തിയിട്ട് പോവാ. റിസപ്ഷൻ നടത്തി ചെറിയ രീതിയിൽ ഒരു 100-300 പേര് അവന്റെ കൂട്ടുകാരും ഒക്കെ ആയിട്ട്, ഞങ്ങളുടെ വളരെ അടുത്ത സുഹൃത്തുക്കളുമായിട്ട് 100-300 പേരുടെ ഒരു പരിപാടി. അതും അവനാണ് നടത്തിയത്. നമുക്ക് വീട് പെയിന്റ് വൃത്തിയാക്കുന്ന ഒരു ജോലി മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. അടിച്ചു വൃത്തിയാക്കി. കല്യാണത്തിന് മുമ്പ് കാരണം അടുക്കളയിലൊക്കെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് വീടൊന്ന് ഭംഗിയാക്കി. അത് മാത്രമാണ് ഞങ്ങൾ ചെയ്തത്. അവര് ദുബായിക്ക് പോയി. കല്യാണം കഴിഞ്ഞാൽ വീട്ടിൽ താമസിക്കാൻ പാടില്ലെന്നായിരുന്നു ഞങ്ങളുടെ നിയമം. അങ്ങനെയുണ്ടോ? ഒരു ദിവസം 2 ദിവസം നിന്നോട്ടെ. ഒന്നിച്ചുള്ള ജീവിതം പാടാ. അങ്ങയുടെ അത് ചെയ്തിരുന്നോ വീട്ടുകാര്? ഇല്ല. അവർ കുറച്ചുകൂടെ മാന്യമായി. ഞങ്ങളൊക്കെ പഴം ചെന്ന, ഇപ്പൊ ന്യൂ ചെന്ന. അങ്ങ് വളരെ മോസ്റ്റ് മോഡേൺ ആ എന്റെ അഭിപ്രായം കേട്ടോ. ഓക്കെ.